ഹലോ, ഞാൻ ഹസീന ഷെമീൻ. ഫെബ്രുവരി 3 MOH എക്സാം. അൽഹംദുലില്ലാ ഞാൻ പാസ്സായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ആമിനയാണ് മെഡ്വെഞ്ചർ അക്കാഡമി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. താങ്ക്സ് ടു മൈ ഫ്രണ്ട്. പിന്നീട് താങ്ക്സ് ഉള്ളത് ആൻഡോ സർ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, മെഡിറ്റുവർ കൺസൾട്ടൻസി, ഫാമിലി, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആവറേജ് ടു ഈസി എക്സാം ആയിരുന്നു. ഈസി എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ഞാൻ ബേസിക് മെറ്റീരിയൽസും ക്ലാസ്സസും ഇമ്പോർട്ടൻറ്റ് ഫയൽസും റിവൈസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് റിലേറ്റ് ചെയ്യാനും പെട്ടെന്ന് ആൻസേഴ്സ് പിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്നവരുടെ എനിക്ക് പറയാനുള്ളത്, ബേസിക് ക്ലാസ്സസ് നന്നായിട്ട് തറവായി മനസ്സിലാക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നീട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എൻ്റെ മെൻറ്റർ ജെയിലിൻ മാം ആയിരുന്നു. മാം വളരെ സപ്പോർട്ടീവാണ്. മാമിൻ്റെ അടുത്ത് എന്ത് സിമ്പിൾ ഡൗട്ട് ചോദിച്ചാലും മാം ഒന്നെങ്കിൽ ആ ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ക്ലിയർ ചെയ്ത് തരും. എക്സാമിൻ്റെ ലാസ്റ്റ് ഡേയിലൊക്കെ മാം എനിക്ക് മെൻ്റലി നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സക്സസിൻ്റെ ക്രെഡിറ്റ് മാമിനും കൂടി കൊടുക്കുകയാണ്. ഡൗട്ട്സൊക്കെ അപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി ആയാലും കാൽക്കുലേഷൻസ് ആയാലും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചു പോവുക, അതും റിവൈസ് ചെയ്യുക. സ്ട്രക്ചേഴ്സ് കാണുമ്പം നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം പഠിച്ച് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ 2-3 തവണ സ്ട്രക്ചേഴ്സിനായിട്ട് ഫെമിലർ ആയാലാണ് നമുക്ക് എക്സാമിന് വരുമ്പോൾ ആ സ്ട്രക്ചർ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു.